പാറു? ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ഇന്നൊരു സ്പെഷ്യൽ ഡേ വ്ളോഗാണ് കേട്ടോ. ഹലോ, നമ്മളെവിടെയാ പോയ പാറു? പാറുവിന് പോളിയോ ഡ്രോപ്സ് കൊടുക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരണം. ഇന്ന് ജൂൺ 28 സൺഡേ. ഇന്നായിരുന്നു പോളിയോ ഡ്രോപ്സിൻ്റെ ഡേ. പാറുവിൻ്റെ കയ്യിൽ മാർക്സ് ഒക്കെ ഉണ്ടല്ലേ പാറു? കാണിച്ചു തരാം, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു കൊടുക്കാം. കണ്ടു. പാറു, പോളിയോയ്ക്ക് എന്ത് ടേസ്റ്റ് ആയിരുന്നു പാറു? എന്ത് ടേസ്റ്റ് ആയിരുന്നു പാറു? എന്നോട് പറഞ്ഞു എന്ത് ടേസ്റ്റ് ആയിരുന്നു? പോടാ, കയ്പായിരുന്നല്ലേ നീ എന്നോട് പറഞ്ഞേ? അപ്പോഴേ ഇന്നത്തെ വ്ളോഗ് ഉണ്ടല്ലോ, നമുക്കൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഏകദേശം 1 വർഷം മുന്നേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ശരത്ത് ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫിഷ് ക്ലീനിങ് വീഡിയോ ആയിരുന്നു. വേറെ മീനൊന്നുമല്ല, മത്തി, ചാള ക്ലീൻ ചെയ്യണ വീഡിയോ ഒന്ന് ഇടോ ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നിരുന്നത്. ആ സമയത്ത് എനിക്ക് നെയിലിന് ഒരു ഇൻഫെക്ഷനൊക്കെ വന്നിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിലാണ്, കഴിഞ്ഞ ഏപ്രിലല്ല, 2025 ഏപ്രിലാണ് എൻ്റെ കയ്യിൽ ഇൻഫെക്ഷൻ വന്ന് വലിയ രീതിയിൽ എനിക്ക് ഭയങ്കര പ്രശ്നം വന്ന് കാഷ്വാലിറ്റിയിൽ പോയിട്ട് പെട്ടെന്ന് അവർ എന്താ പറയുക, നമ്മളുടെ ശരിക്കും ആ പസ്സൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ നെയിലിൻ്റെ, ഭയങ്കര വീർത്തൊക്കെ ഇരിക്കുകയായിരുന്നു, ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ടായിട്ട്. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സായിരുന്നു. ഒരു ½ ആൻ അവറിലെ പ്രോസസ്സായിരുന്നു അത്. ഡോക്ടർ അത്രയും കെയർഫുള്ളായിട്ടാണ് ചെയ്തത്. ഈ സ്കാറൊന്നും വരാതെ വളരെ നല്ല രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് സർജൻ കൂടിയായിരുന്നു ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടറിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വേദന എടുത്തിട്ട് ഭയങ്കരമായിട്ടിങ്ങനെ കൈ ഇങ്ങനെ ഇരുന്ന് വിങ്ങുവാണ്. അതിൻ്റെ ഇടയ്ക്കാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ നംനെസ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു. ആ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ വേദന സഹിക്കാൻ പറ്റില്ല നമുക്ക്. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ വേദന കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു, ദൈവമേ എനിക്ക് വേദനയൊന്ന് കുറയണേന്ന്. അത്രയും വേദനയായിട്ടായിരുന്നു ഞാൻ അന്ന് പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ ഡോക്ടറെ അടുത്ത് പോയത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് എനിക്ക് ഈ നമ്മുടെ വെള്ളം അധികം നനയ്ക്കാനും നഖത്തിന് വീണ്ടും അത് ഇൻഫെക്ഷനായി പോകാതിരിക്കാനും ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു ഫിഷ് ക്ലീനിങ് വീഡിയോ ചെയ്യാൻ എനിക്ക് ദൈവം സഹായിച്ച് സാധിച്ചു. എൻ്റെ കൈയിൻ്റെ അത്യാവശ്യം എല്ലാം മാറി. എന്നാലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കൂടുതൽ നനവൊക്കെ വരുമ്പോൾ ഇപ്പോഴും ചെറിയ ഇറിറ്റേഷനൊക്കെ പോലെ തോന്നാറുണ്ട്. അത് ആ ഒരു ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലേക്ക് പോവാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഫിഷ് ക്ലീനിങ് വീഡിയോ ആണ്. 1 വർഷത്തിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിലും എനിക്ക് സാഹചര്യം ഇപ്പോഴാണ് ഒത്തു വന്നത്. അപ്പോൾ ശരത്ത്, സോറി ഇത്രയും വൈകിയതിന്. വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എല്ലാ ആഴ്ചയും മീൻ വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ മീൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ എല്ലാ ദിവസമൊന്നും നമുക്ക് മീൻ വാങ്ങിക്കാനൊന്നും പറ്റില്ല. പോയിട്ട് മാർക്കറ്റിൽ ഇവിടെ അങ്ങനെ എല്ലാ ദിവസവും മീൻ ഉണ്ടാവുകയില്ല. അപ്പം വീക്കെൻഡിലും പിന്നെ വെനസ്ഡേ ഒക്കെയാണ് കൂടുതൽ മീൻ വരിക. അപ്പോൾ ആ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമാണ് പോയി വാങ്ങിക്കുക. നമുക്ക് സൗകര്യം വീക്കെൻഡ് ആയതുകൊണ്ട് അങ്ങനെ പോകും. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ ചെറിയ അയിലയും പിന്നെ കൊഴുവയും. ഇത് തോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തൊക്കെ പറയണേ. ഇതിന് കറക്റ്റ് വേറെ എന്തെങ്കിലും പേരുണ്ടോ അല്ലെങ്കിൽ ശരിയായ പേര് ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. തോടി എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. അത്യാവശ്യം ഉള്ളിലൊക്കെ മുള്ളുള്ള ഒരു മീനാണ്. ഇത് വറക്കാൻ മാത്രമേ നല്ലതുള്ളൂ. അപ്പോൾ ഇതും കൂടെ അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചു. നല്ല പച്ച മീൻ നോക്കിയാണ് ഷൈച്ചേട്ടൻ വാങ്ങിക്കുക. ഇത്തിരി നമുക്ക് വലിയ വലിയ മീനുകൾ, നല്ല നല്ല മീനുകൾ ഉണ്ടെങ്കിൽ പോലും അത് അത്ര ഫ്രഷ് അല്ലാന്ന് തോന്നിയാൽ വാങ്ങിക്കില്ല. ഏറ്റവും ഫ്രഷ് ഏതാണോ അതാണ് വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ
ഞാനിങ്ങനെയാണ് കേട്ടോ ഫിഷ് ക്ലീൻ ചെയ്യണേ. ഈ തോടി ഏകദേശം ഒരു ചാളയുടെ ഒരു പോലെ ഇരിക്കുന്ന ഒരു മീനാണല്ലോ, ഇത്തിരി ഇങ്ങനെ പരന്നതാണെന്നേ ഉള്ളൂ. ഈ സെയിം സ്റ്റൈലിലാണ് മത്തി ക്ലീൻ ചെയ്യണത് ഞാൻ. ആദ്യം ചെതമ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ സൈഡിലെ മുള്ളും വാലും ഒക്കെ വെട്ടിക്കളഞ്ഞ്, പിന്നെ ആ തല അങ്ങനെ തന്നെ കട്ട് ചെയ്യും കേട്ടോ. ഞാൻ മത്തിയും അങ്ങനെ തന്നെ തല കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അതിൻ്റെ വയറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ കുടലും ഇതെല്ലാം മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യണേ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ കല്ലിൽ വെച്ച് പയ്യെ ഒന്ന് ഉരച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു വൃത്തി തോന്നും. അങ്ങനെയാണ് അമ്മയൊക്കെ ചെയ്തിട്ടുള്ളത്. നാട്ടിലാണെങ്കിൽ ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ മീൻ വെട്ടേണ്ട ഒരു സാഹചര്യം വരാറില്ല. അവിടെ ഷൈച്ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ, ഇവിടെയാണെങ്കിൽ എൻ്റെ അമ്മ തന്നെ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് ഞാൻ മീൻ നന്നാക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് ഇരുന്നൊന്നും മീൻ നന്നാക്കാനായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. ഞാനിങ്ങനെ നിന്നിട്ട് ചെയ്തിട്ടാണ് എനിക്ക് ശീലം. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നിട്ടാണ് ചെയ്യാറ്. അപ്പം കുറച്ച് സമയം ഇങ്ങനെ നിൽക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഇവിടെ മീൻ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കഴിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ചെയ്യുമ്പോഴും ഒരു ഉത്സാഹം ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, കഴിക്കാമല്ലോ എന്നുള്ളൊരിതിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഈ മീനുകൾ 3 മീനുകളുണ്ടെങ്കിലും ഞാൻ കറി വയ്ക്കുന്നത് ഈ അയിലയാണ്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കൂടുതലും ചെയ്യുന്നതിലും ഫ്രഷ് ആയിട്ട് അയില കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ കുറച്ച് വറക്കാനായിട്ട് ഞാൻ എന്താ വരഞ്ഞിങ്ങനെ വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ കലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് നമുക്ക് ഇന്ന് കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ഫിഷ് കറി വയ്ക്കുന്നതാണ്. ആദ്യമായിട്ടൊക്കെ ഫിഷ് വയ്ക്കാനായിട്ടൊക്കെ നോക്കുന്ന ആൾക്കാർ, ഇപ്പോൾ അറിയില്ല മീൻ കറിയൊക്കെ വെക്കാനായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു കറിയാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും പെട്ടെന്നൊരു കറി വയ്ക്കണം, സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈവനിങ്ങിലാണ് മീൻ കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വന്നിട്ടൊന്ന് ഓർഡർ ചെയ്ത് മീൻ വന്നിട്ടുള്ളെങ്കിൽ നമുക്ക് ആ മീൻ വരുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് അരപ്പൊക്കെ റെഡിയാക്കി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് പണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും വെച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെയാണ് കൂടുതലും പാല് പിഴിഞ്ഞിട്ട് വെക്കാൻ തുടങ്ങിയത്. എൻ്റെ അപ്പൂപ്പനൊക്കെ ഈ കറിയായിരുന്നു ഇഷ്ടം, എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പാല് പിഴിഞ്ഞിട്ട് വെക്കാറുണ്ട്. അത് കുറച്ചും കൂടെ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ആ മീൻ കറിയാണത്. കൊച്ചി ഭാഗത്ത്, എറണാകുളം ഭാഗത്ത് കൂടുതലും പാല് പിഴിഞ്ഞുള്ള കറിയാണ് വെക്കുന്നതെങ്കിലും അരച്ചും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും മാങ്ങയൊക്കെ കിട്ടുമ്പോഴാണ് അരച്ച് വെക്കുന്നതെന്ന് തോന്നുന്നു. വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു, അല്ല പച്ചമാങ്ങയൊക്കെ ഇട്ട്. പക്ഷെ നമുക്ക് പച്ചമാങ്ങയൊക്കെ ഇവിടെ ഇപ്പോൾ സീസൺ കഴിഞ്ഞു പോയി. ആ സമയത്തൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുളിയിട്ട് തന്നെയാണ് ഇന്ന് വയ്ക്കുന്നത്. അങ്ങനെ ഈ ബക്കറ്റിലാണ് കേട്ടോ നമ്മൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. കവറ് ഇവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് മാർക്കറ്റാണത്. അവിടെ കവറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണം. കവറാണെങ്കിലും സഞ്ചിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കൊണ്ടുപോകണം. അതും പ്ലാസ്റ്റിക് ഒന്നും അവിടെ അലൗഡ് അല്ല. അപ്പോൾ നമ്മളിതുപോലത്തെ അത് പ്ലാസ്റ്റിക് കിറ്റ് ഉണ്ടല്ലോ, അത് നമ്മളെപ്പോഴും ഈ ബക്കറ്റാണ് കേട്ടോ കൊണ്ടുപോകാറ്. അപ്പോൾ നാട്ടിലൊരു ബക്കറ്റ് ഉണ്ട്. കാറിലൊക്കെ വെച്ച് എവിടെയെങ്കിലും എന്നൊക്കെ നാട്ടിൽ വെച്ച് നമുക്ക് മീനൊക്കെ വാങ്ങിക്കുന്ന സ്ഥലത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഈ ബക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മെല്ലൊന്നും വണ്ടിയിലാവില്ല. ഈസി ആയിട്ട് ബാക്കിൽ ഡിക്കിൽ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. അപ്പോൾ അതൊരു ഹെൽപ്പാണ് കേട്ടോ ഈ സാധനം ഉള്ളത്. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ മീൻ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ബക്കറ്റ് എടുത്ത് ബാക്കിൽ വണ്ടിയിൽ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആ കവർ അങ്ങനെ തന്നെ ഞങ്ങളുടെ അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മീനാണെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് വാങ്ങിച്ചാലും നമുക്ക് സ്മെല്ലൊന്നുമില്ലാതെ പോരാൻ പറ്റും. അല്ലെങ്കിൽ വണ്ടിയിൽ ഭയങ്കര സ്മെല്ലായിരിക്കും, എങ്ങും വെക്കാനും പറ്റില്ല, വെച്ചാൽ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ ഞാൻ വറക്കാനായിട്ട് ഉള്ളത് മാറ്റി അരപ്പൊക്കെ പുരട്ടി വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊന്നും അങ്ങനെ വറക്കാനായിട്ട് ഇടാറില്ല. എനിക്ക് എന്തോ അതിനോട് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. പിന്നെ വറക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചതച്ച് തൊണ്ടോട് കൂടി തന്നെ പയ്യെ ഒന്ന് കഴുകിയിട്ട് ചതച്ച്, ശരിക്ക് അങ്ങോട്ട് അരച്ച് കളയണ്ട, ജസ്റ്റ് ഒന്ന് കുത്തിച്ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ എണ്ണയിൽ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ വരും. അപ്പം മീനിനും ആ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്ക് ആ വെളുത്തുള്ളി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ചിലപ്പം ഇഞ്ചിയും ചതച്ചിടാറുണ്ട്, ഈ ചുമ്മാ ചതച്ച് ആ എണ്ണയിലേക്ക് തന്നെ ഇടും. അങ്ങനെയൊക്കെ അമ്മ ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലെ പുരട്ടുമ്പോൾ ഞാനതിലേക്ക് അധികം അങ്ങനെ ഈ പേസ്റ്റൊന്നും ചേർക്കാറില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ വിനാഗിരി, ഉപ്പ്, അതൊക്കെയാണ് ചേർക്കാറ്. അല്ലെങ്കിൽ നാരങ്ങാനീര്.
കുരുമുളക് പൊടി അത്യാവശ്യം ചേർക്കും കേട്ടോ. എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് വറുത്ത മീനിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുരുമുളക് പൊടി എപ്പോഴും ഞാൻ വറുക്കാനായിട്ടുള്ള മീനിൽ കുറച്ചെങ്കിലും ഞാൻ ചേർക്കും. പിന്നെ ചില മീനുകളിൽ നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുളക് പൊടി കുറച്ചിട്ട് കൂടുതലായിട്ട് ചേർക്കും. അപ്പോൾ കൊഴുവ ഇന്നിപ്പോൾ എടുക്കണില്ല. കൊഴുവ അങ്ങനെ തന്നെ ഞാനൊരു പാത്രത്തിലാക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കും. ഇതും 2 മീനും വറുക്കാനായിട്ട് പുരട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് തോടി വറുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ല മുള്ളുള്ള മീനാണ്. കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വറുത്താൽ നല്ല മൊരിച്ചെടുത്താൽ മാത്രമാണ് നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ തോടി കിട്ടണത്. നാട്ടിലൊക്കെ വെച്ച് അങ്ങനെ കിട്ടാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഷൈചേട്ടൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അയില വാങ്ങിച്ചപ്പോൾ അതിലെ ഒരു പങ്ക് ഇങ്ങനെ അവർ മാറ്റി വെച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ തോടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേണമെന്ന് ചോദിച്ചപ്പോൾ ഷൈചേട്ടൻ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ തോടിയും കൂടി ഇട്ടതാണ്. അതൊരു 5 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ വറുക്കാനായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി അയില കറി വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം നമ്മുടെ മീൻ എല്ലാം റെഡിയാക്കിയതാ. ഞാൻ ഇനി ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക് വെക്കാനുള്ളതൊക്കെ അങ്ങോട്ടേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഷൈചേട്ടൻ എനിക്ക് ഈ കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കോവയ്ക്ക ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ആളെ ഏൽപ്പിച്ചു. ഷൈചേട്ടന് അങ്ങനെ അത്യാവശ്യം നിൽക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് തേങ്ങ ചിരകി തരാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകളൊക്കെ ചെയ്യും കേട്ടോ കിച്ചണിൽ. അപ്പോൾ അല്ലാതെ അങ്ങനെ കുക്ക് ചെയ്യാനായിട്ടൊന്നും ആളധികം അങ്ങനെ കയറാറില്ല. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് ചെയ്യും എന്നല്ലാതെ കുക്കിങ്ങൊക്കെ ഞാൻ തന്നെ ആയിരിക്കുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുപ്പിച്ച് തരാനൊക്കെ ആൾ കൂടാറുണ്ട്. അപ്പോൾ പാറുവിൻ്റെ കൂടെ അപ്പുറത്തിരുന്ന് അവർ രണ്ടുപേരും കൂടി TV കാണലും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. പിന്നെ നമ്മൾ കിച്ചൺ ഓപ്പൺ കിച്ചൺ അല്ലെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ അവരങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്കും സംസാരിച്ചുകൊണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ നമ്മുടെ കടല എണ്ണ ഉണ്ടല്ലോ, അതിലാണ് ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കണം കേട്ടോ. മെഴുക്കുവരട്ടിക്കും പിന്നെ തോരനും ഉണ്ടാക്കുമ്പോഴാണ് ഞാനത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ചട്നിക്കും ഞാൻ ഇതിനു മുമ്പ് ഇത് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ മെഴുക്കുവരട്ടിക്കൊക്കെ ഉണ്ടാക്കിയ. ചട്നിക്കും ആ തമിഴ് സ്റ്റൈലിലുള്ളൊരു ചട്നിയുടെ ഒരു ടേസ്റ്റ് കിട്ടും. ഇതിന് ഇത്തിരി കട്ടിയുള്ളതാണ് നമ്മുടെ വെളിച്ചെണ്ണേനെയൊക്കെ അപേക്ഷിച്ച്. ഞാൻ മൊത്തം പാചകത്തിനൊന്നും ഇത് ഉപയോഗിക്കാറില്ല. എല്ലാത്തിനും ഒന്നും ഇത് എടുക്കാനും പറ്റില്ല കേട്ടോ. അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരും. നോൺ വെജിനൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മളിത് കഴിക്കുന്നത് നല്ലതാണ്, ഒരുപാട് ആവരുതെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഓയിൽ ഉപയോഗിക്കുമ്പം ഒരേ ഇത് ഉപയോഗിക്കാതെ നല്ലത് നോക്കി പലതും മാറി മാറി ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ, പിന്നെ റൈസ് ബ്രാൻ ഓയിലും ഇതുപോലെ കടല എണ്ണയുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ തീർന്നു. നല്ല പുളി നാട്ടിൽ നിന്ന് എനിക്ക് വരുമ്പോൾ കൊണ്ടുവരും. അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും കൊറിയർ ചെയ്യുന്ന സമയത്ത് പുളി വേണമെന്ന് പറഞ്ഞാൽ അതും കൂടെ ചേർത്ത് അയച്ചു തരാണ് പതിവ്. അപ്പോൾ അയച്ചു തന്ന പുളിയൊക്കെ തീർന്നു. നമ്മളിങ്ങനെ തിരിഞ്ഞ് മാറ്റിയിടുമല്ലോ പുളിയിൽ. അപ്പോൾ അങ്ങനത്തെ പുളികളാണ് ഇപ്പോൾ എല്ലാം ഉള്ളത്. കാരണം മീൻകറി വെക്കുമ്പോൾ എനിക്കൊരു സുഖമില്ലായ്മയാണ്. കാരണം നല്ല പുളി ഉണ്ടെങ്കിൽ ആ മീൻകറിക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണല്ലേ. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കണം പുളി അതിൽ നിന്ന് എടുക്കുമ്പോൾ. ഇതിങ്ങനെ എന്താ പറയുക, മരത്തടി പോലെയാണ് ആ പുളി ഇരിക്കണേ. അപ്പം ഞാനതൊന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകി കുതിർത്തി വെച്ചു. വെള്ളം ഒഴിച്ച് വെച്ചില്ല, ഒന്ന് കഴുകി വെച്ചു. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ പിന്നെ കീറി ഇടാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസിയാട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചതച്ചോ നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. പിന്നെ ആവശ്യത്തിന് തേങ്ങ എടുക്കുക. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. നമ്മുടെ മീൻ നോക്കിയിട്ട് ഒരുപാട് അങ്ങനെ കുറുകി അങ്ങനെ കട്ട പോലെ ഇരിക്കേണ്ട, നമുക്ക് ചാറായിട്ട് എടുക്കാനല്ലേ. അപ്പോൾ ഇതിൽ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ലൊരു മിക്സി ആയിരിക്കണം. മിക്സർ ഗ്രൈൻഡർ നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് പോലെ വരുന്നതായിരിക്കണം. അപ്പോൾ ഒരു പാലൊഴിച്ച് കറി വയ്ക്കുന്ന ഒരു ഇഫക്റ്റാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക കേട്ടോ. അരച്ച് വെച്ചാൽ നമുക്ക് തോന്നുകയില്ല. അപ്പോൾ തേങ്ങയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളു ചേർക്കാം. എന്നിട്ട് തേങ്ങ നന്നായിട്ട് അരച്ച് ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് പുളിയും ഇട്ട് ഉപ്പും ഇട്ട് നമുക്കങ്ങ് തിളപ്പിക്കാൻ വയ്ക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പം മീൻ ചേർക്കുക.
മീൻ ചേർത്ത്. അപ്പോൾ നമ്മൾ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് ഭയങ്കര ഓയിലും കുറവുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് തിളച്ചിട്ടേ മീൻ ഇടാവൂ. മീൻ ഇട്ടിട്ട് നമ്മുടെ വേവ് കഴിയുമ്പോഴേക്കും മീൻ ഏകദേശം വെന്ത് നന്നായിട്ടൊന്ന് കുറിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങ് ഇറക്കാം കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും കോരി ഒഴിക്കേണ്ട കാര്യമില്ല. നല്ലൊരു ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്, ഈസിയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അതിൻ്റെ പ്രോസസ്സ് പടപടാന്ന് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ അയില നമ്മൾ കറി വെക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇന്ന് കട്ട് ഇടുന്നില്ല. അത്രയ്ക്ക് വലുതുമല്ല ചെറുതും അല്ലാത്തൊരു അയിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യണേ. വട്ടത്തിൽ കട്ട് ചെയ്താലുണ്ടല്ലോ അതിങ്ങനെ ഒരുമാതിരി ഷേപ്പായി പോവും. അപ്പോൾ അതെനിക്കിഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഇത് ഉപ്പും പുളിയൊക്കെ പിടിക്കുകയും ചെയ്യും, ആ ഷേപ്പിനൊരു ബുദ്ധിമുട്ടില്ലാതെ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക, ഇങ്ങനെ ഒരു വരയുകയാണെങ്കിൽ മീനിൻ്റെ ഷേപ്പ് മാറിപ്പോവില്ല കേട്ടോ. ഇതൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയിലേക്ക് മീനും കൂടി ഇട്ടു. ഇത് ഒരു ഇത്തിരി യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഞാനിതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ അത്യാവശ്യം ചേർക്കും. ചില ആൾക്കാർ ഒട്ടും മഞ്ഞൾപ്പൊടി അങ്ങനെ ചേർക്കുകയില്ല മീൻ കറിയിൽ. ഇതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളറ് വരുന്ന മീൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഷൈച്ചേട്ടനും ഈ കറി ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് എളുപ്പമാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ കറിയാണ് മിക്കവാറും ഇവിടെ വെക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മീനൊക്കെ വെന്തു, ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറിവേപ്പിലയും ഇട്ട് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇറക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ മൂടി വെക്കും കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് പോകില്ല. ആ കറിയിലേക്ക് തന്നെ അങ്ങോട്ട് ആ പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരുമ്പോഴേക്കും അതങ്ങ് ശരിക്കും ഇറങ്ങും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കറി കഴിക്കാനായിട്ട്. ഒന്ന് ചിറ്റിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കറിയും റെഡിയായി, കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായിട്ടോ. അപ്പോൾ ഇനിയിപ്പം വറക്കാനുണ്ട് മീൻ. ആ തോടി അങ്ങ് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാം. നല്ല മാംസമൊക്കെ ഉള്ളൊരു മീനാണ്, പക്ഷേ മുള്ളിൻ്റെ ഒരു പ്രശ്നം ആണ് ഇതിനൊരു പ്രശ്നം. കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും കൂടെ പറ്റില്ല. ഞാൻ കറി വെച്ച് അങ്ങനെ കഴിക്കാറേ ഇല്ല കേട്ടോ അത്. അപ്പോൾ ഈ മെഴുക്ക് വരട്ടിയിൽ ഞാൻ വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ, അതിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി, ഞങ്ങളിനി ചോറുണ്ണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫിഷ് ക്ലീനിങ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരത്തിന് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫിഷ് ക്ലീനിങ് വ്ളോഗ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ട് ഇന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വീക്കെൻഡ് നമുക്ക് അങ്ങനെയാണല്ലോ, OTT ഒരു മൂവിയൊക്കെ ഇട്ട്. ഇത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞൊരു മൂവിയാണ്, ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.